2024 നവംബർ മാസം 29 വെള്ളിയാഴ്ച തിരുപ്പൂർ ജില്ലയിലെ പല്ലടത്തിനടുത്തുള്ള കൗണ്ടർപാളയം ഗ്രാമത്തിൽ 10 ഏക്കർ കൃഷിഭൂമിക്ക് നടുവിലുള്ള ഒരു വീട്ടിൽ താമസിക്കുന്നവരാണ് ദൈവശിഖമണി ഭാര്യ അലമേലു ദമ്പതികൾ. കൃഷിയാണ് ഇവരുടെ പ്രധാന തൊഴിൽ. അന്നത്തെ ദിവസം ഒരു വിവാഹ നിശ്ചയമുള്ളതുകൊണ്ട് ബാർബറിനോട് അതിരാവിലെ തന്നെ വീട്ടിലേക്ക് വരാൻ ദൈവശിഖമണി ആവശ്യപ്പെട്ടിരുന്നു. അതനുസരിച്ച് രാവിലെ തന്നെ ബാർബർ ആ വീട്ടിലെത്തി. പക്ഷേ ഒട്ടും പ്രതീക്ഷിക്കാതെ അവിടെ കണ്ട കാഴ്ച അദ്ദേഹത്തെ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. ദൈവശിഖമണി ശരീരം മുഴുവനും വെട്ടേറ്റ് മരണവുമായി മല്ലിടുന്നതായിരുന്നു കണ്ടത്. ഭയന്നുപോയ അയാൾ ഉടൻ തന്നെ ദൈവശിഖമണിയുടെ ഭാര്യയെ വിവരമറിയിക്കാൻ ആ വീടിനുള്ളിലേക്ക് ഓടിക്കയറി. എന്നാൽ അവിടെ കണ്ട കാഴ്ചയും അയാളെ വേദനിപ്പിക്കുന്നതും ഞെട്ടിപ്പിക്കുന്നതുമായിരുന്നു. ദൈവശിഖമണിയുടെ ഭാര്യ അലമേലുവും കൂടെ അവരുടെ മകനും സമാനമായ രീതിയിൽ ശരീരം മുഴുവനും വെട്ടേറ്റ് മരിച്ചു കിടക്കുന്ന അവസ്ഥയായിരുന്നു കണ്ടത്. താൻ കാണുന്നത് സത്യമാണോ ഇല്ലയോ എന്ന സംശയത്തിൽ, വല്ലാത്ത പരവേശത്തിൽ ഉടൻ തന്നെ അയൽവാസികളെയും പോലീസിനെ വിവരമറിയിച്ചു. തൊട്ടു മുൻപുള്ള ദിവസം യാതൊരു പ്രശ്നവുമില്ലാതെ സന്തോഷമായി ജീവിച്ചിരുന്ന ഈ വയസ്സായ ദമ്പതികളുടെ ജീവിതത്തിൽ അങ്ങനെ എന്താണ് സംഭവിച്ചത്? ആരാണ് ഇത്ര ക്രൂരമായി ഇവരെ കൊന്നത്? എന്തിനു വേണ്ടി കൊന്നു? ചില ദിവസങ്ങൾക്ക് മുൻപ് തമിഴ്നാടിനെ മുഴുവനും ഞെട്ടിപ്പിച്ച ഒരു ക്രൂരമായ സംഭവത്തെക്കുറിച്ചാണ് അറിയാൻ പോകുന്നത്. തിരുപ്പൂർ ജില്ലയിലെ പല്ലടത്തിന് അടുത്തുള്ള സേമലൈ കൗണ്ടർപാളയം ഗ്രാമത്തിലെ 78 വയസ്സുള്ള ദൈവശിഖമണി, അവരുടെ 75 വയസ്സുള്ള ഭാര്യ അലമേലു, ഇവർക്ക് ഒരു മകനും ഒരു മകളുമുണ്ട്. രണ്ടുപേർക്കും വിവാഹം കഴിഞ്ഞു. മകൻ IT കമ്പനിയിൽ ജോലി ചെയ്യുകയാണ്. കോവയിലാണ് അയാൾ താമസിക്കുന്നത്. മകൾ വിവാഹം കഴിഞ്ഞ് ചെന്നിമലയിലാണ് താമസിക്കുന്നത്. ഈ വൃദ്ധ ദമ്പതികൾ അവരുടെ വീട്ടിൽ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. ഇവർക്ക് സ്വന്തമായി ഒരു 15 ഏക്കർ സ്ഥലമുണ്ട്. അതിന് നടുവിലായി ഒരു ചെറിയ വീട്. കൃഷി ചെയ്താണ് ഇവർ ജീവിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ബന്ധുവിന്റെ വിവാഹ നിശ്ചയ ചടങ്ങിന് പങ്കെടുക്കാൻ ഇവരുടെ മകനായ 46 വയസ്സുള്ള സെന്തിൽകുമാർ മാത്രം നവംബർ മാസം 28-ാം തീയതി വ്യാഴാഴ്ച ഈ സ്വന്തം ഗ്രാമത്തിലേക്ക് വരുന്നു. അയാളുടെ ഭാര്യയും മക്കളും കോവയിൽ തന്നെയാണുള്ളത്. അന്നത്തെ ദിവസം രാത്രി ഭക്ഷണം കഴിച്ച് ഇവർ 3 പേരും, അച്ഛനും അമ്മയും മകനും, ഉറങ്ങാൻ പോയി. എന്നാൽ ഒരു അർദ്ധരാത്രിയായപ്പോൾ ദൈവശിഖമണി പെട്ടെന്ന് ഞെട്ടി ഉണർന്നു. പുറത്ത് പതിവിലും വിപരീതമായി നായ്ക്കളുടെ ശബ്ദം കേൾക്കുന്നുണ്ട്. എന്താണ് എന്നറിയാൻ അദ്ദേഹം വാതിൽ തുറന്ന് പുറത്തേക്ക് വന്നു. ചുറ്റും തിരിഞ്ഞു നോക്കാൻ തുടങ്ങി. പെട്ടെന്ന് തനിക്ക് മുൻപിലേക്ക് ചാടി വന്ന അപരിചിതർ അദ്ദേഹത്തെ അരിവാളുകൊണ്ട് ശരീരമാസകലം വെട്ടാൻ തുടങ്ങി. ഇരുമ്പ് കമ്പി വെച്ച് അടിക്കുകയും ചെയ്തു. 78 വയസ്സുള്ള ഒരു വൃദ്ധന് എത്രത്തോളം തടയാൻ സാധിക്കും? ഒരു പരിധിവരെ പ്രതിരോധിക്കാൻ ശ്രമിച്ചു. ഒരു ഘട്ടത്തിൽ തളർന്ന് താഴെ വീണു. എന്നാൽ തന്നെ ഉപദ്രവിച്ചവർ അതോടുകൂടി അവസാനിപ്പിച്ചില്ല. അദ്ദേഹത്തെ മറികടന്ന് വീടിനുള്ളിലേക്ക് കയറി. അവിടെ ഉറങ്ങിക്കൊണ്ടിരുന്ന അലമേലു, മകൻ സെന്തിൽകുമാർ, രണ്ടുപേരെയും ഇരുമ്പ് കമ്പി കൊണ്ടും അരിവാൾ ഉപയോഗിച്ചും അടിച്ചും വെട്ടിയും കൊന്നു. എന്താണ് സംഭവിക്കുന്നത്? ആരാണിവർ? ഒന്നും തന്നെ അറിയാതെ, പ്രതിരോധിക്കാനും സാധിക്കാതെ സംഭവ സ്ഥലത്ത് തന്നെ അവർ രണ്ടുപേരും മരിക്കുന്നു. തുടർന്ന് അലമേലു അമ്മ ധരിച്ചിരുന്ന 8 പവനോളം വരുന്ന വള, കമ്മൽ, മാല എല്ലാം മോഷ്ടിക്കുന്നു. കൂടാതെ അവിടെയുള്ള ചില വില കൂടിയ വസ്തുക്കൾ മോഷ്ടിച്ചുകൊണ്ട് ഈ വന്നവർ അവിടെ നിന്നും രക്ഷപ്പെട്ടു. അടുത്ത ദിവസം, അതായത് വെള്ളിയാഴ്ച, വിവാഹ നിശ്ചയത്തിന് പോകാനുള്ളത് കൊണ്ട് രാവിലെ തന്നെ ബാർബറായ വേൽപുരാൻ എന്നയാളെ വീട്ടിലേക്ക് വിളിച്ചിരുന്നു. അയാൾ വീട്ടിലേക്ക് വന്നപ്പോൾ കണ്ടത് വീടിന് മുൻപിൽ മരണവുമായി മല്ലിട്ടുകൊണ്ടിരിക്കുന്ന ദൈവശിഖമണിയായിരുന്നു. അപ്പോഴും അദ്ദേഹത്തിന് ജീവനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് വല്ലാത്ത ഭയത്തോടും സംശയത്തോടും കൂടി എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിൽ ആ ബാർബർ അങ്ങനെ നിൽക്കുന്നു. പെട്ടെന്ന് തന്നെ ആ വീടിനുള്ളിലേക്ക് അദ്ദേഹം ഓടിക്കയറി. അവിടെ അദ്ദേഹത്തിന്റെ ഭാര്യയെയും മകനെയും അതുപോലെ തന്നെ മരിച്ച അവസ്ഥയിൽ കണ്ടെത്തി. അവർ കിടന്നിരുന്ന സ്ഥലത്തിന് ചുറ്റും രക്തം തളം കെട്ടി കിടക്കുകയായിരുന്നു. ഉടൻ തന്നെ പോലീസിനെ വിവരമറിയിച്ചു. ആ വീട്ടിലേക്ക് വന്ന പോലീസുകാർക്ക് പോലും ആ കാഴ്ച കണ്ടു നിൽക്കാൻ കഴിയാത്തതായിരുന്നു. വിവേചനരഹിതമായി ആക്രമിച്ചുവെന്നാണ് അവിടെ പരിശോധിച്ച പോലീസുകാർ തന്നെ പറഞ്ഞത്. ഉടൻ തന്നെ വിവരമറിഞ്ഞ് ഈ പരിസരവാസികളെല്ലാം തടിച്ചുകൂടി. പരിസരവാസികളും പോലീസും ചേർന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ തന്നെ ദൈവശിഖമണി മരിച്ചിരുന്നു. അതുവരെയും അദ്ദേഹത്തിന് ജീവനുണ്ടായിരുന്നു. അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ വിവരം അറിഞ്ഞ് സെന്തിൽകുമാറിന്റെ ഭാര്യ ആ സ്ഥലത്തേക്ക് ഓടി വരികയാണ്. 3 പേരുടെയും ചേതനേറ്റ ശരീരം കണ്ട് അവർ നിലവിളിച്ച് കരയാൻ തുടങ്ങി. വിവാഹ നിശ്ചയത്തിന് പോയി വരാം എന്ന് പറഞ്ഞ ഭർത്താവിനെ ജീവനറ്റ നിലയിൽ കാണുമെന്ന് അവർ ഒരിക്കലും
സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടുണ്ടാകില്ല. സെന്തിൽകുമാറിന് 7 വയസ്സുള്ള ഒരു മകനും 12 വയസ്സുള്ള ഒരു മകളുമുണ്ട്. കുറ്റവാളികളെ കണ്ടെത്തി ശിക്ഷ നൽകണം. തീർച്ചയായും ശിക്ഷ വാങ്ങിക്കൊടുക്കണം. ഇല്ലെങ്കിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റിന് തന്നെ അത് അപമാനമാണെന്ന് വളരെ ദുഃഖത്തോടുകൂടി കണ്ണീരോടുകൂടി അവർ 3 പേരും നഷ്ടപ്പെട്ട വേദനയിൽ ആ സ്ത്രീ അവിടെ നിലവിളിച്ച് കരയുകയായിരുന്നു. അവരെ ആശ്വസിപ്പിക്കാൻ ചുറ്റുമുണ്ടായിരുന്നവരും ലേഡി പോലീസും ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ കണ്ടു നിൽക്കുന്നവരെ പോലും കണ്ണുനീരിൽ ആഴ്ത്തുന്ന സാഹചര്യമായിരുന്നു അവിടെ ഉണ്ടായത്. അവരുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഉടനീളം തീ പോലെ പടരാൻ തുടങ്ങി. പോലീസ് ഉടൻ തന്നെ അവരുടെ അന്വേഷണം ആരംഭിച്ചു. കേസ് അന്വേഷണത്തിനായി 7 സ്പെഷ്യൽ ടീം ഫോം ചെയ്തു. ആവശ്യമായ തെളിവുകൾ ശേഖരിക്കാൻ തുടങ്ങി. ആ വീടും പരിസരവും എല്ലാം പോലീസ് പരിശോധിച്ചു. അവരുടെ വിലയിരുത്തലിൽ കുടുംബത്തിന്റെ കൃഷിയിടത്തിന് നടുവിൽ സ്ഥിതി ചെയ്യുന്ന വീട്ടിലേക്ക് നിർബന്ധിതമായി പ്രവേശിച്ചതിന്റെ ലക്ഷണങ്ങളൊന്നും തന്നെ ഇല്ല. വീടിനുള്ളിലെ അലമാര തകർത്തിട്ടുണ്ട്. വസ്തുക്കളെല്ലാം ചിതറിക്കിടക്കുകയാണ്. 8 പവൻ സ്വർണം കാണാതായിട്ടുണ്ട്. മറ്റെന്തെങ്കിലും കാണാതായിട്ടുണ്ടോ എന്നുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. സ്വർണം കാണാതായതുകൊണ്ട് ഇതിനു വേണ്ടിയാണോ ഈ കൊലപാതകം നടത്തിയത് എന്ന രീതിയിലായിരുന്നു ആദ്യം പോലീസിന്റെ അന്വേഷണം ആരംഭിച്ചത്. പക്ഷെ പലരും പറയുന്നത് സ്വർണത്തിന് വേണ്ടിയോ വസ്തുക്കൾക്ക് വേണ്ടിയോ ഈ കൊലപാതകം ചെയ്തിരിക്കേണ്ട സാധ്യതയില്ല. ഒരു പക്ഷേ ഇതിനെ ഒരു മോഷണത്തിന് വേണ്ടിയുള്ള കൊലപാതകമാക്കി മാറ്റാൻ അവർ ഈ സ്വർണം എടുത്തിട്ട് പോയിട്ടുണ്ടാകും എന്നും പറയുന്നു. ഒരുപാട് തെങ്ങുകൾ ഉള്ളത് കൊണ്ട് അതിന് മരുന്നടിക്കാനും കളപറിക്കാനും തേങ്ങ എടുക്കാനും ഒരുപാട് ജോലിക്കാരോട് വന്നു പോകാറുണ്ട്. അവരോട് ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തി. അതിലൂടെ മനസ്സിലായത് ചില മാസങ്ങൾക്ക് മുൻപ് മറ്റൊരു സ്ഥലത്തുള്ള ദമ്പതികൾ ബാലമുരുകൻ, അയാളുടെ ഭാര്യ, ഇവർ ദൈവശിഖമണിയുടെ കൃഷിസ്ഥലത്ത് താമസിച്ച് ജോലി ചെയ്യുകയായിരുന്നു. അവരുടെ പെരുമാറ്റവും രീതികളും ഒന്നും ശരിയല്ലാത്തതുകൊണ്ട് ബാലമുരുകനെയും ഭാര്യയെയും ജോലിയിൽ നിന്നും ദൈവശിഖമണി പറഞ്ഞയച്ചു. ആ വ്യക്തിയും കൂടെ മറ്റൊരാളും ചേർന്ന് തങ്ങളെ ഒരു 10 ദിവസമായി നിരീക്ഷിക്കുകയാണെന്ന് ദൈവശിഖമണി തന്നെ തന്റെ ബന്ധുക്കളോട് ഇടയ്ക്ക് പറഞ്ഞുവെന്നുള്ള ഒരു വിവരം പോലീസിന് ലഭിച്ചു. ഉടൻ തന്നെ പോലീസ് അയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു. അയാൾ പറഞ്ഞത് ഭാര്യയ്ക്കും എനിക്കും ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് പ്രശ്നങ്ങളും വഴക്കും വാക്കുതർക്കവും ഉണ്ടാകാറുണ്ട്. ഇതിനിടയിൽ ഞാൻ ജോലി ശരിയായി ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് ദൈവശിഖമണി എന്നെ ജോലിയിൽ നിന്നും പറഞ്ഞയച്ചു. എന്നാൽ ഇയാളെ ചോദ്യം ചെയ്തതിൽ പോലീസിന് ഉപകാരപ്രദമായ വിവരങ്ങളൊന്നും ലഭിച്ചില്ല. എങ്കിലും ഇത് ഒരാൾ ചെയ്തിരിക്കേണ്ട സാധ്യത ഒട്ടും തന്നെ ഇല്ല. കുറഞ്ഞത് 4-5 പേരെങ്കിലും ചേർന്നായിരിക്കണം ഈ കൊലപാതകം ചെയ്തത് എന്നും അനുമാനിക്കുന്നു. എങ്കിലും ഇതിനെ ചുറ്റിപ്പറ്റി ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ആദ്യത്തേത്, വെറും 8 പവൻ സ്വർണത്തിന് വേണ്ടി ഈ 3 പേര് ഇത്ര ക്രൂരമായി കൊല്ലുമോ? രണ്ടാമത്തേത്, ഇതൊരു പക്ഷേ പകപോക്കലിന് വേണ്ടി ചെയ്തതാണോ? കാരണം അന്നത്തെ ദിവസം ആ വീട്ടിൽ ആ വൃദ്ധ ദമ്പതികൾ മാത്രം അല്ല ഉണ്ടായിരുന്നത്, അവരുടെ മകനും ഉണ്ടായിരുന്നു. ഒരു പക്ഷേ അയാളെ ലക്ഷ്യം വെച്ചായിരിക്കുമോ ഇവർ വന്നത്? അയാളോട് പകയുള്ള ആരെങ്കിലും ആയിരിക്കുമോ? അതിനാൽ ഇതൊരു പ്രതികാരം വീട്ടാൻ വേണ്ടിയിട്ടാണോ എന്ന ചോദ്യം വരുന്നുണ്ട്. മൂന്നാമത്തേത്, അവിടെ ജോലി ചെയ്ത ജോലിക്കാർ ആരെങ്കിലും ആയിരിക്കുമോ എന്നാണ്. ജോലിക്കാരെ ചുറ്റിപ്പറ്റി നോക്കിയാലും ദൈവശിഖമണിയോട് മാത്രമേ അവർക്ക് പക തോന്നേണ്ടതായിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും ആ വീട്ടിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ അവരെ കൊല്ലാമായിരുന്നു. പക്ഷേ മകൻ വന്ന അന്നത്തെ ദിവസം തന്നെ 3 പേരെയും ഒരുമിച്ച് കൊല്ലേണ്ട ആവശ്യം ജോലിക്കാർക്ക് എന്താണ്? അടുത്ത കാര്യം, ഇത് പ്രൊഫഷണൽ കൊലപാതകികളോ അല്ലെങ്കിൽ കൂലിപ്പടിയോ ചെയ്തതാണെങ്കിൽ അവർക്കൊരു പാറ്റേൺ ഉണ്ടായിരിക്കും. ആ 3 പേരും മരിച്ചു എന്ന് സ്ഥിരീകരിച്ചതിന് ശേഷം മാത്രമേ അവരവിടെ നിന്നും രക്ഷപ്പെടുകയുള്ളൂ. എന്നാൽ ഇവിടെ ദൈവശിഖമണി മരിച്ചിട്ടില്ല, ജീവനോടെ ഉണ്ടായിരുന്നു. അതായത് ഇത് ചെയ്തവർ വളരെ ധൃതിയിൽ ചെയ്തിട്ടുണ്ട്. അടുത്ത കാര്യം, ഈ 3 പേരുടെ മൊബൈൽ ഫോൺ കാണാതായിട്ടുണ്ട്. അന്വേഷണത്തിൽ 2 മണിയോടുകൂടി അവരുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയി എന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ മൊബൈലിൽ എന്തെങ്കിലും തെളിവുകൾ ഉണ്ടായിരുന്നോ? അല്ലെങ്കിൽ മൊബൈൽ പോലീസ് കണ്ടെത്തിയാൽ നമ്മൾ അകപ്പെടുമോ എന്ന ഭയത്തിലാണോ അവർ ഇത് എടുത്തുകൊണ്ടുപോയത്? അടുത്ത കാര്യം, ഈ 15 ഏക്കർ സ്ഥലം, അതിന് നടുവിലൊരു ചെറിയ വീട്, അച്ഛനും അമ്മയും ഒറ്റയ്ക്ക് ജീവിക്കുകയാണ്. മകൻ IT കമ്പനിയിൽ ജോലി ചെയ്യുന്നു. എന്നിട്ട് പോലും അവിടെ ഒരു CCTV ക്യാമറ ഇല്ല. 5 കിലോമീറ്റർ ചുറ്റളവിൽ നിന്നും പോലീസ് കണ്ടെടുത്ത CCTV ഫുട്ടേജസ് പോലീസിനെ യാതൊരു രീതിയിലും സഹായിച്ചിട്ടില്ല. അടുത്ത കാര്യം, സമാനമായ രീതിയിൽ ഇതിനു മുൻപും കൊലപാതകം നടന്നിട്ടുണ്ട് ഈ സ്ഥലത്ത് തന്നെ. ഒരു വീട്ടിലെ മുഴുവൻ അംഗങ്ങളെയും കൊന്നു. അതേ ഗ്രൂപ്പ് തന്നെ ആയിരിക്കുമോ ഇതും ചെയ്തത് എന്ന രീതിയിലും അന്വേഷണം പോകുന്നുണ്ട്. എങ്ങനെയൊക്കെ ആയാലും നിയമം, സുരക്ഷ, ക്രമസമാധാനം ഇവയെല്ലാം ശരിയാണ് എന്ന വിശ്വാസത്തിലാണ് ഇതുപോലുള്ള പാവപ്പെട്ട ജനങ്ങൾ സമാധാനത്തോടു കൂടി കിടന്നുറങ്ങുന്നത്. എന്നാൽ ഈ ഒരൊറ്റ സംഭവം എത്ര പേരുടെ ഉറക്കം കെടുത്തിയിട്ടുണ്ടാകും? പല രീതിയിൽ പലരും മരിക്കുന്നുണ്ട്.
എന്നാൽ രാവിലെ മുതൽ രാത്രി വരെ ജോലി ചെയ്ത് ക്ഷീണം മാറ്റാനായി രാത്രി ഒന്ന് കിടന്ന് ഉറങ്ങുമ്പോൾ ആ വീടിനുള്ളിൽ കയറി വന്ന് വെട്ടിക്കൊല്ലുക, ഇങ്ങനെയുള്ള മൃഗങ്ങളെ തീർച്ചയായും പോലീസ് കണ്ടെത്തണം, അവർക്ക് ശിക്ഷ നൽകണം. ഒരുപക്ഷെ ഇതൊരു സീരിയൽ കില്ലർ ഗ്യാങ് ആണെങ്കിൽ തീർച്ചയായും ഇതുപോലുള്ള കൊലപാതകങ്ങൾ വീണ്ടും നടക്കാൻ സാധ്യതയുണ്ട്. അതിനു മുൻപ് പോലീസ് എത്രയും പെട്ടെന്ന് അവരെ കണ്ടെത്തുകയാണെങ്കിൽ മറ്റൊരുപാട് പേരുടെ ജീവൻ നമുക്ക് രക്ഷിക്കാൻ സാധിക്കും. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഈ കുടുംബത്തിന്റെ കൊലപാതകത്തിന് ആരായിരിക്കും കാരണം? ഞാൻ ഒരുപാട് കാരണങ്ങൾ പറഞ്ഞു. ഇതിൽ സാധ്യത ഏറെയുള്ള കാരണം ഏതാണെന്നുള്ളത് കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.